അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2-3-4 വീഡിയോസ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം കേട്ടോ, ഞാൻ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് തരാം. ഈ ഒരു വീഡിയോ പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വന്ന് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കേസായി ഇപ്പോൾ എൻ്റെ കൗൺസിലിങ്ങിനകത്ത് വന്നുകൊണ്ടിരിക്കണു ഇതേപോലെ കേട്ടോ. അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ കേസുകൾ ഇപ്പോൾ 3-ാമത്തെ കേസോളായി ഞാൻ അറ്റൻഡ് ചെയ്യണു. ശരിക്കും അതൊരു എന്താ പറയുക, നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു അവസ്ഥ പറയില്ല. എപ്പോൾ വേണമെങ്കിലും താഴെ പോവാം, അല്ലെങ്കിൽ ഒരു മുട്ടത്തോറിൻ്റെ മേലെ കൂടെ നിങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥ എങ്ങനെ, അതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും താഴെ വീണ് നശിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല കൂടെ ജീവിക്കുന്ന വ്യക്തി ഇങ്ങനെ NPD ഉള്ള ഒരാളാണെന്ന് അറിയാൻ പറ്റാത്തത് കാരണം കൊണ്ട് എൻ്റെ എന്തൊക്കെയോ പോരായ്മകളാണ്, അല്ലെങ്കിൽ അയാളിനെ എനിക്ക് എന്തൊക്കെയോ ചെയ്ത് മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അതുണ്ടാവുമല്ലോ നമ്മുടെ കൂടെ. നമ്മുടെ ഉമ്മ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ ലവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ അവർ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ശരിയാക്കാൻ ഇതിനൊരു 100% റിസൾട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇത് ക്യൂറബിൾ അല്ല. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എന്താ പറയുക, മാറിയാലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാവുന്ന തരത്തിലുള്ള ഒരു ഡിസോർഡറാണ് NPD എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു മാനസിക രോഗമാണ്, രോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബലികഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തരുത്. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രിക്കോഷൻസ് എടുത്ത് വയ്ക്കുക. ഇതിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇത്തരത്തിലുള്ള ആളുകളാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈഫാണെങ്കിൽ, ഇനി അതല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള വഴി കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എമോഷണൽ ആയിട്ട് പോകും. ചിലപ്പോൾ കണ്ണ് നിറയാം, ചിലപ്പോൾ കരയാം, ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക. തൽക്കാലത്തെ വിഷമം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് തന്നെയാണോ നടക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക കേട്ടോ. ഈ NPD ഉള്ള ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായിട്ട് സ്വയം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. അവർക്ക് എല്ലായിടത്തുനിന്നും അപ്രിസിയേഷൻ കിട്ടണം, എല്ലാവരും അയാളെ അംഗീകരിക്കണം, എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കയറി വരുന്ന കാണുമ്പോൾ ആ വീട്ടുകാരും അവിടെയുള്ള ആളുകളൊക്കെ വായോ നീ വന്നിരിക്കുക, നല്ല അങ്ങനെ ഭയങ്കരമായിട്ട് അയാളെ കെയർ ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കണം. അത്രമാത്രം റെസ്പെക്റ്റ് അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാളുടെ വിചാരങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിൽ അയാൾക്ക് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ കെയർ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് പിണങ്ങി പോവുക, അങ്ങനെ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. അതായത് എന്താ പറയുക, ഒന്ന് റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. രണ്ടാമത്തത്, ഇവർ ക്വിക്ക്ലി റിയാക്ട് ചെയ്യും. അവർക്ക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അയാൾ കയറി വരുന്ന സമയത്ത് ജസ്റ്റ് അയാളെ അധികം ആരും മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചു. ഇതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കൂടെ പറയാം. അധികം ആളുകൾ ആരും അയാളെ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും, ഭയങ്കര ദേഷ്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ട് ആ രീതിയിൽ അവർക്കൊരു ട്രോമ കൊടുക്കാനായിട്ട് അയാൾ ശ്രമിക്കും. ഇതിനോട് കൂടി തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ്, അയാൾ ആരയാളോട് അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കാൻ തയ്യാറാവില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ പല സജഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും കേൾക്കില്ല. മറ്റുള്ളവർ പറയുന്ന സജഷനൊന്നും അയാൾക്ക് കേൾക്കേണ്ട കാര്യമില്ല, മെയിൻ ആവുക പറയില്ലേ. അതേപോലെ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല, നിങ്ങളൊക്കെ മണ്ടന്മാർ, ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അയാൾ പെരുമാറുന്നുണ്ടാവും. രണ്ടാമത്തെ പോയിന്റാണ്, അയാൾ ഏതൊരു റിലേഷൻഷിപ്പിലാണോ ഉള്ളത് ആ റിലേഷൻഷിപ്പിൽ അയാൾ ചതിക്കും. ചാറ്റിങ്ങും ചീറ്റിങ്ങും മുതൽക്ക് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കും. എന്നിട്ടും അയാൾ അതിനെ പല തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യും. ഇപ്പം നിങ്ങളൊന്ന് ആ ഒരു കാര്യം പിടിച്ചു കഴിഞ്ഞാൽ അയാൾ നേരെ നിങ്ങളെ ബ്ലെയിം ചെയ്യും. അയാൾ പറയും, നീ എന്നെ വേണ്ട പോലെ കെയർ ചെയ്യാത്ത കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഞാനൊരു ഫണ്ണിന് ചെയ്തതാണ്, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ തമാശയ്ക്ക് ചാറ്റ് ചെയ്യാൻ പോയതാണ്, ചാറ്റിങ് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊന്ന് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളുടെ തെറ്റുകളെ ന്യായീകരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റാണ്, നിങ്ങളെ ഏതൊക്കെ തരത്തിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള കാരണങ്ങളെല്ലാം അയാൾ കണ്ടെത്തുന്നതാണ്. കാരണം നിങ്ങളുടെ സന്തോഷം അയാൾക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അയാൾ നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിട്ടും ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ പ്രകടിപ്പിക്കുന്ന ചിലവരുണ്ടായിരിക്കും. അതായത്, ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ ദേഷ്യം കാണിക്കുന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അങ്ങനെ അയാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയും, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ്, നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ പോരായ്മകളായിട്ട് അയാൾ എടുത്ത് പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് തളർത്തുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും.
നാലാമത്തെ പോയിന്റാണ് ഇത്തരക്കാര് അപ്രിസിയേഷൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. ഇയാളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേയുള്ള ആളുകൾ, ഇപ്പോൾ നമുക്ക് വീട്ടുകാർക്ക് എപ്പോഴും ഒരേപോലെ ഇയാളെ പുറകെ നടന്ന് പുകഴ്ത്തി പറഞ്ഞെടുത്ത് തലയിലേറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇയാളുടെ അടുത്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇയാളെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് കുറച്ചധികം പുകഴ്ത്തി പറഞ്ഞു, നീ ഭയങ്കര ദാനശീലനാണെന്ന് എനിക്കറിയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ കഷ്ടപ്പാട് നീ കണ്ടുകൊണ്ടിരിക്കാത്തൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിലുള്ള പണമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഇയാളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ആളുകൾ തുടങ്ങുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞാൽ പൊതുവെ രണ്ട് മുകളിലുള്ള ആളുകളായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് ആണ് പബ്ലിക് പ്ലീസേഴ്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പുറത്ത് പോയിട്ട് കല്യാണ വീടാണെങ്കിലും മരണ വീടാണെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ഭയങ്കരമായിട്ട് അതെടുക്കും ഇവിടെ വയ്ക്കും ഇവിടെ നമ്മൾ ചെയ്യുക പട്ടി പണിയണ പോലെ പണി ചെയ്ത് ആളുകളുടെ നല്ല ഗുഡ് ബുക്കിലെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിലും അതൊരു മാസ് കാണിക്കാൻ വേണ്ടി ദേഷ്യപ്പെടുന്ന തരത്തിലുള്ള ദേഷ്യപ്പെടലായിരിക്കും. മെജോറിറ്റി ആളുകളെ ഇയാൾ പ്ലീസ് ചെയ്യാനായിട്ട് റീസൺസ് പറയും. അതായത് ഇപ്പം നമ്മുടെ കാര്യം അയാൾ ഒരു തെറ്റ് ചെയ്തു, ആ ഒരു തെറ്റ് അയാളുടെ കൺട്രോളിൽ നിന്ന് അപ്പുറത്തേക്ക് വന്ന തെറ്റായിരുന്നു. പക്ഷേ ഇയാൾ പ്രതീക്ഷിക്കാഞ്ഞിട്ടാണ് ഈ തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, അവൻ എങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവൻ കണ്ടില്ല, ഞാൻ അവൻ്റെ വീട്ടിലെ പരിപാടിക്ക് അവൻ അത്ര തവണ വിളിച്ചിട്ടാണ് പോയത്, പക്ഷെ അവൻ എന്നെ കെയർ ചെയ്തില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരടുത്ത് എക്സ്ക്യൂസസ് പറഞ്ഞ് മറ്റുള്ള ആളുകളെ പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻഫാക്ട് ഇയാൾ ഇത് പറയുന്നിടത്തോളം അയാളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവാനേ പോകുന്നില്ല. ആറാമത്തെ പോയിന്റാണ് ഇയാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് താങ്ങാനായിട്ട് പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഒരാൾ പറയണേടാ നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇയാൾ എന്ത് ചെയ്യും, സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ഇയാളെ എങ്ങനെയൊക്കെ അടിച്ച് താഴ്ത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരത് പോയിട്ട് ഇയാളുടെ കുറ്റം പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെയൊക്കെ പുറമെ ഇയാളിനെ ആരെങ്കിലും പുറത്തുനിന്ന് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദേഷ്യം കൂടെ വീട്ടിലുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ തീർക്കുന്നുണ്ടാവുക. അത് വന്ന് തീർക്കുന്നത് നിങ്ങളെ ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഹാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡിവോഴ്സ് വാങ്ങാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് എമോഷണൽ ട്രോമ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഡിവോഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പലരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എനിക്കൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പലരും പ്രതീക്ഷിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അശ്വിത എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. ശരിക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു തരിക എന്നുള്ളതിനേക്കാൾ എളുപ്പ വഴി ഡിവോഴ്സ് വാങ്ങി രക്ഷപ്പെട്ടോ എന്ന് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കടന്ന് ഉരുളണത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അങ്ങനെ പച്ചയ്ക്ക് എടുത്ത് പറയാൻ മടിച്ചിട്ടാണ് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന, അതായത് മറ്റൊരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെയിന് അയാളെ ഒട്ടും തന്നെ ബോധർ ചെയ്യില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഇത്രയും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടാവും. അയാൾ നിങ്ങളോട് പറയും നീ കരയുമ്പോൾ എനിക്ക് വിഷമാവും, നിന്റെ കണ്ണീര് എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നിനക്ക് അറിയാലോ എന്ന് പറയും. പക്ഷേ ഇൻഫാക്ട് അയാൾ നിങ്ങളുടെ കണ്ണീരാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കണ്ണീരാണ്. അയാൾ നിങ്ങളോട് പക്ഷെ ഇതൊരിക്കലും അയാൾ അക്സെപ്റ്റ് ചെയ്യില്ല. അയാൾ പറയും നീ കരയുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ കണ്ടിന്യൂസ്ലി നിങ്ങളെ കരയിക്കാനുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഉള്ളതൊരു നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ള ആളുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ പലരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. പടച്ചോനെ ഇതുപോലെ ഒരു NPD ഉള്ളൊരു മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പലരും കരയുന്നുണ്ടാവും ഈ വീഡിയോ കണ്ടുകൊണ്ട്. എനിക്ക് ഊഹിക്കാനായിട്ട് പറ്റും. പക്ഷെ റിയലൈസ് ചെയ്യടാ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ ഒരു ഡിസോർഡറുള്ള വ്യക്തിയാണ്, നിങ്ങൾ റിയലൈസ് ചെയ്തേ പറ്റുള്ളൂ. എട്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ വേദന അയാൾ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വളർച്ചയും അയാൾ ഉൾക്കൊള്ളില്ല. അപ്പം നിങ്ങൾ അയാളായിട്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റുള്ള ആൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തത് ഇയാൾ കാണാമെന്നുണ്ടെങ്കിൽ അയാൾ അതിന് എന്തെങ്കിലും ഉടായ്പ പറഞ്ഞുകൊണ്ട് വരും. അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഇന്നയാൾ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയും ആ കോഴ്സ് അത് ഇത്രയല്ലേ ഉള്ളൂ, ഭയങ്കര ചെറുതായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. മറ്റൊരാളുടെ സക്സസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റുകയില്ല. അപ്പോൾ ഇയാൾ എന്താ പറയും, അതാ കോഴ്സല്ലേ 2 മാസത്തെ കോഴ്സ്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കോഴ്സ്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാ, വെറുതെ ആ ചെക്കൻ്റെ പൈസ കൊണ്ടേ കളഞ്ഞു, അല്ലെങ്കിൽ വെറുതെ ആ പെണ്ണിൻ്റെ പൈസ കൊണ്ടേ കളഞ്ഞു, പിന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ എന്തുണ്ടെക്കാനാ, അതിനും അങ്ങനെ ആണുങ്ങളുടെ താഴത്തെ ഒതുങ്ങി ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അയാൾ നിങ്ങളുടെ സക്സസിനെ കാണുന്നുണ്ടാവുക. ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ചെയ്ത് എന്തോ ഒരു പാതകമായിട്ടായിരിക്കും അവർ ചിത്രീകരിക്കുന്നുണ്ടാവുക. 9ാമത്തെ പോയിന്റാണ്, ഇങ്ങനെയുള്ള ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോടുള്ള എല്ലാ ആളുകളും ഇവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇവരിട്ട് ആരെങ്കിലും
ആരും റെസ്പെക്ട് ചെയ്യൂല, മറ്റുള്ളവരുടെ റെസ്പെക്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ്, എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, എന്നെ എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സ്ട്രെസ്, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു തരത്തിൽ ഇവർക്ക് കിട്ടാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഇവരൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാര്യമൊക്കെ നേരെ ചൊവ്വേ ചെയ്യുന്നുണ്ടാവില്ല. മറ്റുള്ളവരെ കുറെ കുറ്റം പറയാനും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനും വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ സ്വന്തം ലൈഫ് ഇങ്ങനെ എന്താ പറയുക, നുരുമ്പിച്ച് കളയാറില്ല, അതേപോലെ നുരുമ്പിച്ച് കളയുന്ന മനുഷ്യന്മാരായിരിക്കും. എന്നിട്ട് എല്ലാവരും ഇയാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അത് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഇത് കിട്ടാതെ ആകുമ്പോൾ തന്നെ ഇവർ സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആവും, അതേപോലെ സ്ട്രെസ് വരാൻ തുടങ്ങും, ആങ്സൈറ്റി വരാൻ തുടങ്ങും. ഇവരുടെ ഈ കാണുന്ന എല്ലാ ഡിസോർഡേഴ്സും ഇവർ തീർക്കുന്നത് ഫാമിലിക്കകത്തായിരിക്കും. പുറത്ത് ഭയങ്കര മാന്യനായിരിക്കും, ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടോർച്ചറും ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും, പുറത്ത് നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാലും അവരിത് ആക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അവനോ വിശ്വസിക്കില്ല. കാരണം നിങ്ങളെ സംശയിച്ചാലും അവരെ ഇങ്ങനെയുള്ള ആളുകൾ സംശയിക്കും. ഇങ്ങനെ ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് വീണ്ടും ആലോചിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ആളുകളുടെ എമോഷൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ പ്ലീസ് ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് ഏണിയായിട്ട് വരാനായിട്ട് പറ്റും. നിങ്ങളുടെ എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും അവർ ഒറ്റയടിക്ക് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങൾക്ക് എത്ര കാലം ജീവിച്ച് പോകാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. 10ാമത്തെ പോയിന്റാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടാവും. നിങ്ങൾ സെൽഫായിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതിന് മുന്നേ ഒക്കെ നിങ്ങൾ ഭയങ്കര ചില്ലായിട്ടുള്ള കൂളായിട്ടുള്ള ഒരാളായിരിക്കും. പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ബ്രെയിനൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളായിരിക്കും, അപ്രോച്ച് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഇയാൾ വന്ന ശേഷം, നിങ്ങൾ ഈ ഒരു ലൈഫിലോട്ട് എൻ്റർ ആയ ശേഷം നിങ്ങളുടെ എല്ലാ കഴിവും നശിച്ചു പോയിട്ടുണ്ടാവും. പുതിയതായിട്ട് നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ, നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ മൊത്തം നിങ്ങളിലോട്ട് ഒതുങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഫുള്ളി നിങ്ങൾ എനിക്കൊരു സമാധാനമില്ല, നിങ്ങൾക്ക് എന്തോ പോരായ്മയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എനിക്കൊരു സമാധാനം ഉണ്ടാവുന്നില്ല, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇയാൾ വന്ന ശേഷമാണ് നിങ്ങൾ അങ്ങനെ മാറുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ കുഴപ്പമല്ല, പുള്ളിയുടെ കുഴപ്പമാണെന്നുള്ളത്. അത് പറ്റുന്നത്ര വേഗത്തിൽ നിങ്ങൾ പുറത്ത്. 11ാമത്തെ പോയിന്റാണ്, ഇങ്ങനെയുള്ള ആളുകൾ വിക്ടിം റോൾ കളിക്കുക എന്നുള്ളത്. കാരണം അവർ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ മേലോട്ട് ഇട്ട് തരുന്ന പോലെ തന്നെ അവർ പറയും, നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്തത്, അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഒരുപാട് കരയും. ചിലപ്പോൾ അവർ സ്വയം മുറിവേൽപ്പിച്ച് നിങ്ങളുടെ മേലേക്ക് അതിൻ്റെ കുറ്റിട്ട് തരും. ചിലപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കും, എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ട് മുറിവേൽപ്പിച്ച് കരയിപ്പിച്ച് കടത്താൻ, മാസക്കണക്കിന് വർഷക്കണക്കിന് കരയിപ്പിച്ച് കടത്താൻ പാകത്തിനുള്ള മുറിവുകളായിരിക്കും ആൾ ഉണ്ടാക്കുന്നുണ്ടാവും. ആൾ പറയുന്നത് നിങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനും ആൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നിങ്ങളെ ആവശ്യമുള്ള പോലെ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക വിയേർഡ് ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും, ആ ഒരു ഡിസൈനിനനുസരിച്ചിട്ടായിരിക്കും ആൾ നിങ്ങളെ മോൾഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പോലും അറിയാതെ ആൾ നിങ്ങളെ മാറ്റിയെടുക്കുന്നുണ്ടായിരിക്കും. ഈ വിക്ടിം റോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആളെ വിട്ടിട്ട് പോകാനും തോന്നൂല. എന്താ പറയുക, ശരി കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യൂലായിരുന്നു, നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും നിൽക്കൂലായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, എൻ്റെ അടുത്ത് ആ സ്നേഹം പ്രതീക്ഷിച്ചിട്ടല്ലേ ഞാൻ ആ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ആൾ മാറി വരും, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ആൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ സ്വയം റിയലൈസ് ചെയ്ത് സ്വയം വിചാരിച്ച് അല്ലെങ്കിൽ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറാൻ ശ്രമിച്ചാലും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള ആളുകൾക്ക് മാറാനായിട്ട്. പക്ഷെ ഇവർ സ്വന്തമായിട്ട് ഇത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയരാവാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് ഉൾക്കൊള്ളാനോ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളൂല. ഇതിനുള്ള കോസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണങ്ങളെന്ന് പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ, ഒന്ന് ചിലപ്പം ജനിക്കുന്ന സമയത്ത് തന്നെ അവർക്കുണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ട് സ്നേഹപ്രകടനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് വളരുന്ന ചൈൽഡ്ഹുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് എവിടെ നിന്നും അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ വരുന്ന ചൈൽഡ്ഹുഡ് ഉള്ള ആളുകളായിരിക്കാം. പിന്നെ ഒട്ടുമിക്ക ടീനേജേഴ്സിലും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വലുതാവുമ്പോൾ NPD ആവും എന്നുള്ള ഒരു ബേജാറൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. കയ്യോടെ ക്യൂർ ചെയ്യുക. ഇതിനിപ്പോൾ ഒരു പറ്റുന്നൊരു വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ
ഇത്തരത്തിൽ എന്തെങ്കിലും NPD സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു ബിഹേവിയർ തെറാപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും, ഞാൻ NPD ഉള്ള ഒരാളാണ്, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ സമൂഹത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ NPD ഉള്ള ഒരു പാരൻസിൻ്റെ കൂടെ മക്കൾ ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ NPD ഇല്ലാത്തൊരു സിംഗിൾ പാരൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്നതാണ്. നമ്മളെപ്പോഴും പറയില്ല ഉമ്മാടെയും ഉപ്പാടെയും കൂടെ മക്കൾ വളരുന്നതാണ് പെർഫെക്റ്റ് എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണം എന്നില്ല. കാരണം ഉപ്പ ഇത്തരത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഉമ്മ ഇത്തരത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കുകയാണെങ്കിൽ മക്കൾ കുറച്ചും കൂടെ സമാധാന അന്തരീക്ഷത്തിൽ വളരും. അല്ലെങ്കിൽ പിന്നീട് മക്കൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും ചിലപ്പോൾ മക്കളുടെ വളർച്ച ഉണ്ടാവുക കേട്ടോ. ഇനി NPD ഉള്ള വ്യക്തികളുടെ കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ലൈഫ് ലോങ് ഇയാളുടെ കൂടെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ലൈഫ് ലോങ് എൻ്റെ പേരൻ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ലൈഫ് ലോങ് അവരെ കൂടെ ജീവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടുന്ന കാര്യം നിങ്ങളൊരു വ്യക്തമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, ഞാൻ എന്തൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ ഓവർകം ചെയ്യാൻ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പറ്റും, അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതും NPD ഉള്ള ആളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നു. രണ്ടാമത്തെ പോയിന്റാണ് ടേക്ക് ഡിസിഷൻ. നിങ്ങൾ തീരുമാനിക്കണം, ഇയാളെ കൂടെ ഞാനിനി ജീവിക്കണോ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് എനിക്ക് വേണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലവർ എനിക്ക് വേണോ, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ തലവെച്ച് കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് ഞാൻ എമോഷണലി അത്രമാത്രം കണക്റ്റഡ് ആവണോ വേണ്ടയോ, എത്രമാത്രം ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിരിക്കുക. നിങ്ങളുടെ സ്വന്തം സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അയാൾ നിങ്ങളെ എത്രമാത്രം വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ നിലപാട് ഇതാണ് എന്നുള്ളൊരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഉണ്ടാക്കുക. ആ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ കൂടിയാന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്, നിങ്ങൾ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. ആൻഡ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇയാളെ ബോധിപ്പിക്കാനോ ഇയാളോട് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നിനും നിൽക്കണ്ട. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ഉറച്ചു നിൽക്കുക. ഒരു തീരുമാനം എടുത്ത് ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അവർ നിങ്ങളെ എമോഷണലി തളർത്താൻ ശ്രമിക്കും. നിങ്ങളുടെ ഗോൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അത് പറ്റൂല എന്ന് പറയും. അതേപോലെ നിങ്ങളെ ഒന്നൊന്നും അച്ചീവ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അവർ സംസാരിക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലുറപ്പിക്കുക, ഈ പരിപ്പ് ഇനി ഈ കാലത്തിൽ വേവൂല. അത് കാരണം കൊണ്ട് ഞാൻ മോനെ നീ എന്ത് പറഞ്ഞാലും ഞാനത് മനസ്സിലോട്ട് എടുക്കില്ല. നിനക്ക് പ്രാന്താടാന്നൊക്കെ പറയില്ലേ, അതേപോലെ മനസ്സിൽ നമ്മൾ പറയുക, നിനക്കുള്ള ഡിസോർഡറിന് ഞാൻ ഒരിക്കലും എൻ്റെ ലക്ഷ്യങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ തകർക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ അവരെ എത്രമാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നോ അത്രമാത്രം അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂടിക്കൊണ്ടേ വരും. കാരണം ഇപ്പോൾ നിങ്ങളാണ് അവരെ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ എമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞ് ചോര കുടിക്കുക അറിയില്ലേ, അതേപോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കെയറും ഇഷ്ടം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു അപ്രിസിയേഷനും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും എന്താ പറയുക സാഡിസ്റ്റ് മനോഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവരെന്ത് ഹാപ്പിനെസ്, നിങ്ങളുടെ കണ്ണീരിലാണ് ഹാപ്പിനെസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആ കണ്ണീര് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പരമാവധി അവർ നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതല്ല അവർ നിങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നതിലാണ് ഹാപ്പിനെസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ഇകഴ്ത്തുമ്പോൾ എത്രമാത്രം ഡൗൺ ആയി പോകുന്നു അതിൻ്റെ പരമാവധി അവർ നിങ്ങളെ ഇകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിലാണ് ഒരു ഹാപ്പിനെസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ പറയുക, വികാരരഹിതരായിട്ടിരിക്കുക. അവരെന്ത് പറയുമ്പോഴും ശരി, ഓവറായിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻസ് അവർക്ക് പിടി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് സങ്കടമായോ സന്തോഷമായോ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പിടി കൊടുക്കാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ആറാമത്തെ പോയിന്റാണ് ഇവർ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് വേറൊന്നും പറയാനില്ല. നമ്മൾ ജസ്റ്റ് അതിൽ നമ്മുടെ ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ച് പറയിപ്പിക്കാനായിട്ട് ഒരു പരമാവധി ശ്രമിക്കും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വയന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചാണ്ട് കയറിയിട്ട് അങ്ങോട്ട് അടിച്ച് തിവർത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവമൊക്കെ മനസ്സിലാക്കി ഇവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കണ്ടൊക്കെ പറയട്ടോ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടിപ്പുകളും നിങ്ങൾ അങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാരണം ഇത് NPD ഉള്ള ആളുകൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ചിലവർ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയടി എന്ന് പറയും, നിങ്ങൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തല്ലുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാതിരുന്നു, ചിലപ്പോൾ ചിലവർ പറയടി വരെ നിങ്ങൾ പറയാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ട് പോകും. അതൊക്കെ ആളുകളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ സൈലൻ്റ് ആയിട്ട് പരമാവധി കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റാണ്, ഇവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
മൈൽഡ് അപ്രിസിയേഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് നീ ചെയ്തത് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നീ അത് ഭയങ്കരമാണ്, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇവർ പിന്നെ SP ആവാൻ തുടങ്ങും, സ്വയം പുകഴ്ത്താൻ തുടങ്ങും. ഞാൻ മണ്ടേ അങ്ങനെ തന്നെയാണ്, നീയാണ് ഭയങ്കര മോശം, ഞാൻ എല്ലാവരോടും അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്, നിനക്കാണ് അങ്ങനെ അങ്ങനെ വീണ്ടും അവർ നമ്മുടെ ഹോസ്റ്റലോട്ട് ഗോൾ അടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, പാകത്തിന് നിർത്തുക, മതി ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു മൈൽഡ് അപ്രിസിയേഷൻ കൊടുക്കുക, നോക്കിയും കണ്ടും കൊടുക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ സക്സസ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ കൂടെയുള്ള പാർട്ട്ണറുടെ സക്സസ് ആണെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചെറിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന്. ഒരു ഉണ്ടാമുരിയല്ല, അയാൾക്ക് NPD ആണ്. നിങ്ങളുടെ ഒരു സക്സസ്സിൽ അയാൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പിന്നെ നിങ്ങളുടെ ജന്മകാലത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാൻ പോകണ്ട. അതേപോലെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഗോൾസ് ഡ്രീംസ് ഒന്നും ഇയാളോട്ട് ഷെയർ ചെയ്യണ്ട. ഇനി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇത് അച്ചീവ് ചെയ്തു എന്ന് പോയിട്ട് ഭയങ്കര സന്തോഷത്തോടെ പോയി പറയാൻ നിൽക്കണ്ട. സ്വന്തം കാര്യം നോക്കുക, മുണ്ടാണ്ട് പോവുക. വികാരരഹിതരായിട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയാൽ മതി. ശരിക്കും പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോയിക്കോട്ടെ. 9ാമത്തെ പോയിന്റാണ്, നിങ്ങൾ സന്തുഷ്ടവതിയാണെന്ന് ഒരു തരത്തിലും അവരെ കാണിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ട് ഭയങ്കര ഓക്കെയാണ്, കാണിക്കരുത്. കാരണം ചിലപ്പോൾ തല്ലിയിട്ടായിരിക്കും ആ ഹെൽത്ത് നശിപ്പിക്കുന്നുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എമോഷണലി ഭയങ്കര ഓക്കെയാണ്. എൻ്റെ ഫ്രണ്ട് വിളിച്ചു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ആ ഹാപ്പിനെസ് ഇങ്ങനെ പറയുമ്പോഴേക്കാളും നശിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അയാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളൊരു മിസ്റ്റീരിയസ് പേഴ്സൺ ആവുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, വിഷമാണോ, സങ്കടമാണോ, നിസ്സംഗതയാണോ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആൾക്ക് പിടികിട്ടരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്. ആൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ വിഷമായ പോലെ പറയാം. കാരണം ഓവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അയാൾ ആ ഒരു എക്സ്പ്രഷനാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ അത് കൊടുക്കണ്ട. വിഷമായോ, വിഷമായി, ആ ഒരു രീതിയിൽ പോവുക. ഇനി ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചിട്ട് പിന്നെ സങ്കടപ്പെടുത്താനുള്ള സൈക്കോളജിക്കൽ മൂവിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഭയങ്കരമായിട്ട് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും സന്തോഷമായി, സന്തോഷമായി, ആ ഒരു രീതി മതി കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോവുക. ഇതൊന്നും സക്സസ് ആയിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് നിങ്ങൾ തീയുടെ മേലെ കൂടെ ജീവിച്ചു പോകുന്നത് പോലത്തെ ഒരു ജീവിതമായിരിക്കും. അതുകൊണ്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നിൽക്കുക. അത് ഞാൻ വീണ്ടും പറയണം. എന്തിനാ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഒന്നും കൂടെ പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ പോലും അറിയേണ്ടത് നിങ്ങളുടെ മൈൻഡിലോട്ട് ഞാൻ ഇട്ടിരുന്നൊരു സാധനമാണ്. 10ാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഇയാളെ എന്ന് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് പുറത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളോടോ ഇയാളെ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആരെ ഒന്ന് ഇമ്പ്രസ് ചെയ്ത് ഇയാളുടെ ഒരു സമാധാനം, എല്ലാവരും അനുവാദം കിട്ടി, എല്ലാവരും ഹെൽപ്പ് വാങ്ങി, എന്നിട്ട് ഞാൻ ഇതൊന്ന് പുറത്ത് വരട്ടെ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാതിരിക്കുക. സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ഇതിൽ നിന്ന് പുറത്ത് വരിക. എത്ര പെട്ടെന്ന് പറ്റുമോ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് ഭയങ്കര മാന്യന്മാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ മുമ്പിൽ വരെ ഇയാൾ ഭയങ്കര ഉത്തമനായ മരുമകനായിരിക്കും, നിങ്ങളാണ് അനുഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ പറയാണ് ആൾ ഭയങ്കരമായിട്ട് കണ്ട പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മ പറയും, പോടി ഓർന്ന് നീ അവനെക്കുറിച്ച് കണ്ണി കണ്ടതും പറയാണ്ട് നിനക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മമാർ വരെ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുക. അങ്ങനെ ഉമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മരുമകൻ അത്ര നല്ല ക്ലീൻ ഇമേജ് ആയിരിക്കും ഉമ്മയുടെ അടുത്ത് ഉണ്ടാക്കിയെടുത്തുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രിറ്റിസിസം ആൾക്കെതിരെ മറ്റുള്ളവരുടെ നിങ്ങളൊരു കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ വിത്ത് സോളിഡ് പ്രൂഫ് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ സാവകാശം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കും. നിങ്ങളുടെ ലൈഫാണ്, അത് ഇയാളെ കൂടെ നിന്നിട്ട് ഹോമിക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് ചാടും. 11ാമത്തെ കാര്യമാണ് സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ, ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചടപടയെന്ന് കളഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ബന്ധങ്ങളുണ്ടാവും. ഫ്രണ്ട്സിന് നമുക്ക് ഒരുവിധമൊക്കെ ഒഴിവാക്കാം, പക്ഷേ ഫാമിലിക്കകത്തുള്ള വ്യക്തികളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് വ്യക്തമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവരോട് നിങ്ങൾ എമോഷണലി കണക്റ്റഡ് ആവണം, എത്രമാത്രം നിങ്ങൾ അവരെ കാര്യങ്ങളിൽ നിങ്ങൾ സംസാരിക്കണം, എത്രമാത്രം അവരെ കാര്യങ്ങളിൽ ഇടപെടണം, അങ്ങനെയുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഒരു ഭയങ്കര ഡിസ്റ്റൻസ്, ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ അവരടുത്ത് ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുക. എമോഷണലി ഇവരൊന്നായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവരെ നന്നാക്കാനായിട്ട് നിങ്ങൾ പോവാതിരിക്കുക. കാരണം ഇവരായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതിന് പുറമെ ഞാൻ നന്നാക്കി എടുക്കാം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾ പോവാതിരിക്കുക. എത്ര വലിയ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹനിധിയായ ഭാര്യയാണ്, എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ആളെ മാറ്റിയെടുക്കാം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോവാതിരിക്കുക. കാരണം നടക്കാൻ ഭയങ്കര സാധ്യത കുറവാണ്. ഇപ്പോൾ സൈക്കാട്രിസ്റ്റുകളൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനും ഇയാളും കൂടെ വിചാരിക്കണം, എങ്കിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് NPD എന്നുള്ളത്.
12ാമത്തെ പോയിന്റാണ്, തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിച്ച് നോക്കുക. തുറന്ന് സംസാരിച്ചാലും തൽക്കാലത്തേക്ക് ഇയാളുടെ അടുത്തൊരു മാറ്റം ഉണ്ടാവും എന്നല്ലാതെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് കേട്ടോ. കാരണം സക്സസ് ആവുമെന്ന് വിചാരിക്കുക വേണ്ട. ഒരു എന്താ പറയുക 0.0000001% എന്നൊക്കെ പറയില്ല, അത്രയും കുറവ് സാധ്യതയാണ്. എങ്കിലും നിങ്ങൾക്ക് ഇനി നമ്മൾ അവസാന ശ്രമം നടത്തിയില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ മനസ്സിലേക്ക് ഒരു കുത്ത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പറയാം. എന്നിട്ട് പറയാം, എനിക്ക് തോന്നണോ നിങ്ങൾക്ക് NPD ഉണ്ട് എന്ന്, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുക, നിങ്ങൾക്കും സമാധാനം കിട്ടും എനിക്കും സമാധാനം കിട്ടും എന്നൊന്ന് പറഞ്ഞു നോക്കാം. അയാൾ പൊട്ടിത്തെറിക്കായിരിക്കും, ചിലപ്പോൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷേ ഇനി പടച്ചോൻ്റെ കൃപാകടാക്ഷം കൊണ്ട് അയാളൊന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് വല്ല ബിഹേവിയർ തെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് അയാളുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വളരെ ചെറിയ, അതായത് എന്താ പറയുക, അങ്ങ് മലയുടെ മേലെ കുന്നിൻ്റെ മേലെ കാണുന്നൊരു വെളിച്ചം അത്ര കരുതിയാൽ മതി. ആ ഒരു വെളിച്ചം തേടി നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അത് അണഞ്ഞു പോവാം, ചിലപ്പോൾ അവിടെ എത്തുമ്പോഴും ആ വെളിച്ചം അവിടെ തന്നെ ഉണ്ടാവാം. അത് നിങ്ങളുടെ ചോയ്സാണ്. 13ാമത്തെ പോയിന്റ്, ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിൽ മരുന്നുണ്ടാവില്ല, ചിലപ്പോൾ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടാവില്ല, ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ എൻഡ് ഓഫ് ദി ഡേ ഓരോ മനുഷ്യൻ്റെയും നിയന്ത്രണം, മനസ്സിൻ്റെ നിയന്ത്രണം എല്ലാം നമ്മുടെ സൃഷ്ടാവായ റബ്ബിൻ്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ പടച്ചവനിലോട്ട് തവക്കൽ ചെയ്ത് പടച്ചവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കാൻ തയ്യാറായി നിന്ന് പടച്ചവനെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്ത് റബ്ബിൻ്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മേ ബി മിറാക്കിൾസ് സംഭവിക്കാം. അപ്പോൾ പടച്ചവനിലോട്ട് നിങ്ങളുടെ സർവ്വ പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ റബ്ബിനെ തവക്കൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിലും ആ ബന്ധത്തിൽ തുടരുകയാണെന്നുണ്ടെങ്കിലും പടച്ചവനെ നിങ്ങൾ മുറുകെ പിടിക്കട്ടോ. കാരണം നിങ്ങളുടെ ജീവിതം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അള്ളാനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം അവിടെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറി മറിയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആളെ മാറ്റിയെടുക്കണം, അങ്ങനെ ഒന്നും അല്ല. ആദ്യം നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പറയുക, സ്വന്തം ജീവിതം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലാവാൻ വേണ്ടി പടച്ചവൻ്റെ അടുത്ത് സമർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളെല്ലാവരും എൻ്റെ ദുആയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാവും, ഇപ്പോൾ 2-3 കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ദുആയിലുണ്ടാവും. നിങ്ങളുടെ ദുആയിൽ ഞാനും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ NPD ഉള്ള പേഴ്സൻ്റെ കൂടെ ജീവിച്ചിട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഏറ്റവും മിനിമം ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് ഇടെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇത് റിയലൈസ് ചെയ്യാത്ത, ഞാനൊരു NPD പേഴ്സൻ്റെ കൂടെയാണ് ജീവിക്കണതെന്ന് പോലും അറിയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് രക്ഷപ്പെടാൻ, ഒന്ന് മാറി തിങ്ക് ചെയ്യാനായിട്ട് ഒരു ഹോപ്പായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ. ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യണമെന്ന് കരുതിയാൽ മതി, നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോക്ക് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് സന്തോഷമാവാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം അത്രയും മോശം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മുടെ സാഹചര്യത്തിലുള്ളത്, നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അത് തിരിച്ചറിയാൻ ഒരു കഴിവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം അത് അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ഹെൽപ്പായിരിക്കും. ദയവ് ചെയ്തിട്ട് ഒന്ന് സ്റ്റോറി വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.